സ്നേഹാനന്ദങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കേരള സർക്കാർ, പുതിയ സർക്കാർ, VD സതീശൻ സർക്കാർ തുടങ്ങിയിരിക്കുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പുതിയ മന്ത്രാലയം, അതിനെക്കുറിച്ചാണ് ഇന്ന് പാഠഭേദത്തിൽ പാടുവാൻ ആഗ്രഹിക്കുന്നത്. VD സതീശനുമായിട്ടുള്ള ബന്ധത്തിൽ കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തു. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു വീഡിയോ വേണ്ട എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട്, എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞേ മതിയാകുകയുള്ളൂ എന്ന് ചിന്തിച്ചു. ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പാഠഭേദത്തിൻ്റെ ആശയങ്ങൾ ലഭിക്കുമ്പോൾ ഞാൻ നോട്ട് പാഡിൽ കുറിച്ചു വെക്കും. ഞാൻ കുറിച്ചു വച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വാർദ്ധക്യം എങ്ങനെ അനുഗ്രഹകരമായി ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പാഠഭേദം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യാനിരുന്ന പാഠഭേദം, അതിനുവേണ്ടി തയ്യാറാക്കിയ ചില ആശയങ്ങൾ, നോട്ടുകൾ എല്ലാം എൻ്റെ ഓർമ്മയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ അവസരത്തിൽ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം ഇങ്ങനെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വാർത്തയിൽ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ, ഒരു എക്സ്പ്രഷൻ കാണിച്ചപ്പോൾ, പൂക്കി മുഖ്യമന്ത്രി എന്ന ഒരു പേര് തന്നെ അദ്ദേഹത്തിന് കിട്ടി. ഈ പൂക്കി എന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെപ്പോലെ പഴയ ജനറേഷനിലുള്ളവർക്ക് ഓർക്കും ഇതെന്തോ കളിയാക്കി വിളിച്ച പേരാണെന്ന്. എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞങ്ങളുടെ ചർച്ചിലെ ഒരു ചെറുപ്പക്കാരൻ്റെ മൊബൈലിൽ എൻ്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടവും ആശങ്കയുമൊക്കെ തോന്നി. പൂക്കി പാസ്റ്റർ എന്ന് പറഞ്ഞ് പേര് സേവ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അല്പം വിഷമിച്ചു. ഈ കുഞ്ഞെന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു അപരനാമം തന്നിട്ടുള്ളത് എന്ന് എനിക്കൊരു സങ്കടമൊക്കെ തോന്നി. ഞാൻ എൻ്റെ മക്കളോട് അത് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ മോള് പറഞ്ഞു, ഡാഡി അത് ഒത്തിരി സ്നേഹമുള്ളവരെ വിളിക്കുന്ന പേരാണ്. പൂക്കി എന്ന് വിളിച്ചത് പാസ്റ്ററെ ആ കുഞ്ഞിന് ഒത്തിരി സ്നേഹമാണെന്ന അർത്ഥം. നമ്മുടെ പുതിയ ജനറേഷൻ്റെ ഭാഷ അറിയാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ സംശയമൊക്കെ തോന്നുന്നത്. ഈ പൂക്കി CM എന്നുള്ള ആ പദം അങ്ങ് വൈറലായിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഇന്ത്യ ടുഡേയുടെ ഒരു റിപ്പോർട്ട് കണ്ടു. കേരള CMനെ പൂക്കി CM ആക്കി വൈറലാക്കിയ വാർത്ത അവർ വരെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യാനാ, ഈ സതീശൻ സാറിനെ കൊണ്ട് തോറ്റു. അദ്ദേഹം ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അപ്പുറമായിട്ട് ഒരു വിഷയം ഇപ്പോൾ നമുക്ക് പറയാൻ ലഭിക്കത്തില്ല എന്ന് പറയുന്ന വിധത്തിൽ വാർത്തകൾ രചിച്ചു കൊണ്ടിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിന് അമ്മാളു അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് അടുത്ത് നിർത്തി അദ്ദേഹം വാർദ്ധക്യത്തെ താൻ എത്ര മാനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, വയോജനങ്ങളോടുള്ള തൻ്റെ ഹൃദയത്തിലെ ഒരു വലിയ സ്ഥാനം എന്താണെന്നുള്ളത് ഒന്ന് വെളിപ്പെടുത്തിയപ്പോൾ, മാത്രമല്ല അടുത്ത പത്രസമ്മേളനത്തിന് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രാലയം തുറക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ ഈ പ്രഖ്യാപനങ്ങൾ, അതായത് പുതിയ മന്ത്രിസഭയുടെ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും, അതിനേക്കാളെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വാർദ്ധക്യമായവർക്ക് വേണ്ടിയുള്ള ഒരു മിനിസ്ട്രി, മന്ത്രാലയം തുറക്കുന്നു എന്നുള്ള ആ ഒരു വാർത്തയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് 2016 ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു. അന്ന് ബാക്ക് ടു ബൈബിൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പത്രത്തിലാണ് പാഠഭേദം ഒരു കോളം ആർട്ടിക്കിളായി എഴുതുന്നത്. അന്ന് ചെയ്തത് 2016 UAE സർക്കാർ, നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE സർക്കാർ സന്തോഷത്തിന് വേണ്ടി ഒരു മന്ത്രാലയം തുറന്നു. മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആളുകളെ സന്തോഷവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഒരു മന്ത്രാലയം UAE സർക്കാർ തുടങ്ങിയിരുന്നു. അന്ന് സന്തോഷത്തിന് വേണ്ടി ഒരു മന്ത്രാലയം എന്ന് പറഞ്ഞ് ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു. അതായത് മനുഷ്യൻ സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളത് ഒരു ഭരണാധികാരി ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് എത്ര വലിയ കാര്യമാണ്. മറ്റാർക്കും തോന്നാത്ത ആ ഒരു ചിന്ത, ആ ഒരു ബുദ്ധി UAE സർക്കാരിന് തോന്നിയല്ലോ. തങ്ങളുടെ പ്രജകൾ സന്തോഷമായിരിക്കണം എന്ന് UAEയിലെ രാജാവ് ആഗ്രഹിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പാഠഭേദം ഞാൻ ചെയ്തിരുന്നു. ഇന്ന് സന്തോഷം
അനുഭവിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമായി കരുതുന്ന ലോകമാണ്. കാരണം അത്രയധികം കലുഷിതമാകുന്ന സങ്കീർണമാകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ എവിടെ സമയം? പലരും നിരാശരല്ലേ? ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു ലോകത്ത് ഇത്തരം ഭരണാധികാരികളുടെ ഏറ്റവും പ്രശംസനീയമാകുന്ന നടപടികളെ നമ്മൾ പ്രശംസിച്ചേ മതിയാകുകയുള്ളൂ. ഏതായാലും നമ്മുടെ രാജ്യത്ത്, കൊച്ചു കേരളത്തിൽ വളരെയധികം പ്രസക്തമാകുന്ന ഒരു തീരുമാനം, ഒരു മന്ത്രാലയം വരുന്നു എന്ന് കേട്ടപ്പോൾ അത് ഒത്തിരി സന്തോഷം തോന്നി. മറ്റ് പല സംസ്ഥാനങ്ങളിലും മറ്റ് പല രാജ്യങ്ങളിലും ഇല്ലാത്ത ഒരു നടപടി ജപ്പാനിൽ ഉണ്ട് എന്ന് സതീശൻ സാറ് തന്നെ പറഞ്ഞു. ജപ്പാൻ മോഡലിലാണ് അദ്ദേഹം ഈ മന്ത്രാലയം സ്ഥാപിക്കുന്നതെന്ന് അദ്ദേഹം പറവാനിടയെ തീർന്നു. ഞാൻ വാർദ്ധക്യത്തെക്കുറിച്ച്, വാർദ്ധക്യം എങ്ങനെ അനുഗ്രഹപ്രദമാക്കാമെന്നുള്ളതിനെക്കുറിച്ച് അല്പകാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാനാണ് ഈ വാർത്ത ഞാൻ ഉപയോഗിക്കുന്നത്. വാർദ്ധക്യം ഒരു പ്രത്യേക കാലമാണ്, ഒരു സീസണാണ്. പലപ്പോഴും ആളുകൾ വാർദ്ധക്യത്തിലെത്തുക എന്ന അനുഭവത്തെ വളരെ ഉത്കണ്ഠയോടെ, വളരെ ഭയത്തോടുകൂടെ നോക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. വൃദ്ധരായി കഴിഞ്ഞാൽ, പ്രായമായി കഴിഞ്ഞാൽ എന്നെ ആര് നോക്കും? എൻ്റെ ഭാവി എന്താണ്? അല്ല എങ്കിൽ ഞാൻ ഇനിയും എന്താണ് ചെയ്യുവാൻ എനിക്ക് കഴിയുന്നത്? പ്രയോജനരഹിതമായൊരു ജീവിതമായി എൻ്റെ ജീവിതം മാറിപ്പോകുമോ? വളരെ ആക്റ്റീവായിട്ട് ജീവിച്ചവരൊക്കെ വെറുതെ ഇരിക്കേണ്ടി വരുമോ എന്നിത്യാദിയുള്ള ഭയങ്ങളൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. പക്ഷേ പ്രായമായവർ, അവർക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഫലപ്രദമായ ഒരു ജീവിതം നയിക്കാമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ, ചില ഉദാഹരണങ്ങളിലൂടെ, ചില പാഠങ്ങൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാർദ്ധക്യമെന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. ഒഴിച്ചുകൂടാൻ വയ്യാത്ത ജീവിതത്തിലെ ഒരു സീസണാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. നമ്മളൊക്കെ കുറേ കഴിയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തും. ഇപ്പോൾ ചെറുപ്പക്കാരായുള്ളവർ ഒരുപക്ഷെ അവരിപ്പോൾ ചെറുപ്പമായതുകൊണ്ട് ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവുള്ളവരായിരിക്കും. പക്ഷേ ഞങ്ങളെപ്പോലെ മിഡിൽ ഏജൊക്കെ എത്തി നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. കുറേ കഴിയുമ്പോൾ ആരോഗ്യം ഒക്കെ കുറഞ്ഞ് ഒരുപക്ഷെ ഇന്നുള്ളതുപോലെ കർമ്മശേഷിയൊന്നുമില്ലാതെ പോകുന്ന ഒരു കാലമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ, ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സീസണാണ് വാർദ്ധക്യമെന്ന തിരിച്ചറിവ് നമുക്കൊത്തിരി സന്തോഷം നൽകും, പ്രത്യാശ നൽകും. പ്രത്യേകിച്ചും ഇതിനെ ഒരു അവസ്ഥയായി കാണാതെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൾ അല്ലെങ്കിൽ ഒരു ദൈവിക നിയോഗപ്രകാരമുള്ള വിളിയായി കണ്ട് നാം ആ സമയത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയമായി തീരും. ഈ പാഠഭേദത്തിലൂടെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാകുന്നവരോട്, അല്ല അതിൽ പ്രവേശിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിലെ വളരെ മനോഹരമാകുന്ന ദൈവിക നിയോഗങ്ങളുള്ള ഒരു വിളിയാണ് ആ ഒരു പ്രായം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് അനുഗ്രഹമാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത്, സങ്കീർത്തനം 92 പറയുന്നത്, വാർദ്ധക്യകാലത്ത് അല്ലെങ്കിൽ പ്രായമായാലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. 92 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യം. മാത്രമല്ല, യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ വളരെ ശക്തമാകുന്ന ഒരു വചനമാണ്, നരയ്ക്കുവോളം ചുമക്കാം എന്ന് പറഞ്ഞാൽ വൃദ്ധനായ ശേഷവും കൈവിടാതെ കർത്താവ് നടത്തുമെന്നുള്ള ഒരു വാഗ്ദത്തം വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട്. സെക്കുലർ ലോകത്തുള്ള ആളുകൾ വാർദ്ധക്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന ആശയങ്ങളെക്കാൾ ഒത്തിരി വ്യത്യാസമുള്ളതാണ് വേദപുസ്തകം. വാർദ്ധക്യത്തെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ തോട്ട്, ക്രിസ്തീയ ആശയങ്ങൾ വാർദ്ധക്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് പഠിപ്പിക്കുന്നത്. സാധാരണ സെക്കുലർ ആളുകൾ പറയുന്നത്, റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞാലും പ്രായമായാലും ആൾ ബിസി ആയിട്ടിരിക്കണം, നന്നായിട്ട് നമ്മുടെ സമയത്തെയൊക്കെ എൻഗേജ്ഡ് ആക്കിയിരിക്കണം, അല്ല എങ്കിൽ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകരുത്, ഇനിയൊന്നും ചെയ്യുവാനില്ല എന്ന തോന്നൽ ഉണ്ടാകരുത്
ഞാൻ ഒരു അധികപ്പറ്റാണെന്നുള്ള തോന്നൽ ഉണ്ടാകരുത്. ഇതൊക്കെയാണ് സെക്കുലർ ഫീൽഡിലുള്ള ആളുകൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ആശയം അല്പം വ്യത്യാസമുള്ളതാണ്. അതായത് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇത് ഒരു ദൈവിക വിളിയാണെന്ന് തിരിച്ചറിയുക, ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട സീസണാണെന്ന് തിരിച്ചറിയുക. ഇത് ഒരു ബേർഡൻ അല്ലെങ്കിൽ നാം ഒരു ഭാരമായി മാറിയിരിക്കുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാകാതിരിക്കുക. വേദപുസ്തകത്തിൽ ഒത്തിരി ആളുകൾ, ദൈവദാസന്മാർ, അസാധാരണ ദൈവപ്രവൃത്തി ചെയ്തവർ, അവരൊക്കെ അവരുടെ വാർദ്ധക്യത്തിൽ ആ ജീവിതത്തിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള സമയത്താണ് ഏറ്റവും അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. മോശ, കാലേബ് ഇവരൊക്കെ ഉദാഹരണമാണ്. ഇനിയും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഹന്ന എന്ന് പറയുന്ന പ്രവാചകി ഒത്തിരി വൃദ്ധയായിരുന്നു. പക്ഷേ യേശു കുഞ്ഞിനെയും കൊണ്ട് അമ്മയോപ്പനും ആലയത്തിലേക്ക് വന്നപ്പോൾ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ വയോവൃദ്ധിയാകുന്ന ഹന്ന എന്ന് പറയുന്ന ആ സ്ത്രീയും ഉണ്ടായിരുന്നു. വാർദ്ധക്യം വളരെ തിരക്കുള്ള ആത്മീക ശുശ്രൂഷകളുടെ കാലമാണെന്ന് ഒരു തിരിച്ചറിവ് ഈ വേദപുസ്തക അനുഭവങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകണം. 85 വയസ്സിലും പടവെട്ടാൻ എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയുന്ന ഒരു കാലേബിനെ പോലെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വാർദ്ധക്യ സമയമായിരിക്കാം ഒരു പക്ഷേ കർത്താവ് ഏറ്റവും ശക്തിയോടുകൂടെ നമ്മെ ഉപയോഗിക്കുന്നത്. ഇയ്യോബൊക്കെ പറയുന്നില്ലേ, യൗവനക്കാർ എൻ്റെ വാക്കിന് കാതോർക്കും. ആ ഒരു അഭിഷേകത്തോട്, ദൈവകൃപയോട് നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ ആ ഒരു വാർദ്ധക്യ സമയത്തും ചെറുപ്പക്കാർ പോലും വന്നിട്ട് ദൂത് കേൾക്കുവാൻ, നമ്മളെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വാർദ്ധക്യം എന്ന് പറയുന്നത് അത് എല്ലാം അവസാനിച്ച് ഇനി ഒരു പണിയുമില്ലാതെ നമ്മൾ കഴിയുന്ന ഒരു കാലമല്ല. കർത്താവിന് വേണ്ടി ഏറ്റവും അധികം പ്രശോഭിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ശരീരത്തിൻ്റെ ബലമൊക്കെ കുറയാം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ശുശ്രൂഷയിൽ നാം അനുഗ്രഹിക്കപ്പെടുന്ന നാളുകളാകാം. പ്രത്യേകിച്ച് 1-2 സജഷൻസ് വാർദ്ധക്യമായവർക്ക് വേണ്ടി അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ, സീസണിൽ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകമായിട്ട് ആത്മീക ജീവിതത്തിൻ്റെ മറ്റൊരു ആഴത്തിലേക്ക്, സമർപ്പണത്തിലേക്ക് പോകുവാൻ കഴിയും. കൂടുതൽ പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള അടുപ്പവും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന അവസ്ഥയും എൻ്റെ വല്യപ്പച്ചൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുവാൻ കഴിയും. ആ ഒരു ജീവിത സായാഹ്നമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും എന്ന് പറയുന്നത് അതിശോക്തിയാണ്. പക്ഷേ ഉണർന്നിരിക്കുമ്പോഴൊക്കെ വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നേരം വേദപുസ്തകം മാറ്റി വെക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, തിരിച്ച് കസേരയിൽ പോകുന്നു, പിന്നെയും വേദപുസ്തകം എടുക്കുന്നു, വായിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ബന്ധുവായ ഒരു അമ്മച്ചിയെ ഓർമ്മ വരുന്നു. 95 വയസ്സുള്ളപ്പോഴാണ് നിത്യതയിലേക്ക് പ്രവേശിച്ചത്. മരിക്കുന്നതിന് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ അമ്മച്ചിയുടെ അടുക്കൽ ചെന്നപ്പോൾ അമ്മച്ചി ഒരു ഐപാഡിൽ കുഞ്ഞുങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക കേട്ടോ, യൂട്യൂബ് പ്രസംഗങ്ങൾ, സാക്ഷ്യങ്ങൾ, ആസാദിയുടെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മരിക്കുന്നതിൻ്റെ തലേദിവസം പിന്നെയും ഞാൻ ആ അമ്മച്ചിയെ വിസിറ്റ് ചെയ്യുമ്പോൾ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി വീഡിയോ ഒക്കെ കാണുന്നില്ലേ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ ഞാനതൊക്കെ നിർത്തി, വീഡിയോ കാണുന്നതൊക്കെ നിർത്തി. ഞാനിപ്പോൾ ദൈവവചനം വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദൈവവചനം വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ നിത്യതയ്ക്ക് പോകാനുള്ള സമയമായി, ഇനി എനിക്ക് വീഡിയോ ഒന്നും കാണണ്ട, ദൈവവചനം മാത്രം വായിക്കുക. അതൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലമാണ്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അന്ന് വരെ കാണാത്ത ആത്മീക മർമ്മങ്ങളൊക്കെ വെളിപ്പെടുന്നത് ആ ഒരു സമയത്താകാം. അത് വെളിപ്പെടുക മാത്രമല്ല, കാതോർക്കുന്ന ഒരു തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരു അവസരവുമാണ് ആ ഒരു ജീവിത സായാഹ്നം എന്ന് പറയുന്നത്. അനേകരെ മെൻറ്റർ ചെയ്യാൻ കഴിയും. അനേക ചെറുപ്പക്കാരോട് ജീവിത അനുഭവങ്ങളിൽ നിന്ന് ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞ്, മക്കളെ എൻ്റെ ജീവിതത്തിൽ ഇതാ സംഭവിച്ചത്, നമ്മുടെ പരാജയങ്ങൾ, ദൈവം നമ്മെ വിടുവിച്ച വിടുതലിൻ്റെ കഥകൾ ഒക്കെ പറഞ്ഞ് അവരെ ബലപ്പെടുത്തുവാൻ കഴിയും. ദാവീദ് പറയുന്നില്ലേ, മക്കളെ എൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് ദാവീദ് പറയുന്നില്ലേ? 34-ാം സങ്കീർത്തനത്തിൽ, 71-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് വരുവാനുള്ള തലമുറയോടും
ഞാൻ നിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയും. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറാനുള്ള ചിലത് കൊടുക്കാനൊക്കെയുള്ള സമയമാണ്. നാം ഈ ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പേ കൊച്ചുമക്കൾ, നമ്മുടെ അടുപ്പമുള്ള കുഞ്ഞുങ്ങൾ ഒക്കെ ഓർത്തിരിക്കത്തക്കവണ്ണം ഒരു സ്പിരിച്വൽ ലെഗസി സ്ഥാപിക്കാനുള്ള സമയമാണ് നമ്മുടെ ജീവിത സായാഹ്നം എന്ന് പറയുന്നത്. ടെസ്റ്റിമണീസ് പറയാം, സാക്ഷ്യങ്ങൾ പറയാം, അനുഭവങ്ങൾ പറയാം, കുഞ്ഞുങ്ങളെ മെൻറ്റർ ചെയ്യാം, അവരുടെ സങ്കടങ്ങളിൽ അവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സീസൺ, വാർദ്ധക്യമെന്ന് പറയുന്ന സീസണിൽ ഏറ്റവും പവർഫുള്ളായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ് പ്രെയർ മിനിസ്ട്രി എന്ന് പറയുന്നത്. സത്യം പറയാമല്ലോ, പ്രായമായ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. ലോകത്തിൽ പല ഉണർവും ഉണ്ടാക്കിയിട്ടുള്ളത് 10-80 വയസ്സുള്ള അമ്മച്ചിമാരുടെ പ്രാർത്ഥനയായിരുന്നു എന്ന് പറയുമ്പോൾ അതെത്ര വലുതാണെന്ന് ഓർക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, സുവിശേഷ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. മറ്റുള്ളവർ വളരെ തിരക്കായിട്ട് പല ജോലികൾ ചെയ്യുമ്പോൾ പ്രാർത്ഥനയിലൂടെ വളരെ വലിയ ഒരു സ്പിരിച്വൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ജോലിയാണ് ഈ വാർദ്ധക്യ സമയത്ത് ദൈവം പലരെയും ഏൽപ്പിച്ചിട്ടുള്ളത്. നിത്യതയ്ക്ക് ഒരുങ്ങുന്നതിനോട് ഒപ്പം തന്നെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥന ശുശ്രൂഷ. ഞാനൊരു 5-6 മാസം മുമ്പ് ഈ ടോപ്പിക് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ആദ്യം എഴുതി വെച്ചത് പ്രായമായ മാതാപിതാക്കൾ അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിങ്ങളുടെ പ്രാർത്ഥന അസാധാരണമാകുന്ന ദൈവപ്രവൃത്തികൾ ഉണ്ടാക്കും. പെഗ്ഗി എന്നും മാഗി എന്നും പറയുന്ന 84 വയസ്സുള്ള കണ്ണ് കാണാൻ വയ്യാത്ത 2 അമ്മച്ചിമാരാണ് ഹെബ്രിഡിയൻ റിവൈവൽ എന്ന് പറയുന്ന വലിയ ഉണർവിൻ്റെ കാരണമായി തീർന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കൾ നമ്മുടെ തലമുറയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് ഏറ്റവും അധികം ചെയ്യുവാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ആളുകളാണ്. പ്രാർത്ഥന ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട പ്രാർത്ഥനയുടെ മറുപടികൾ അടുത്ത തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിനെ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില ചെറുപ്പക്കാരെ നോക്കി ഇങ്ങനെ ദൂത് പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ട ചില പ്രാർത്ഥനയുടെ മറുപടി ഇപ്പോഴും ലഭിക്കാൻ ബാക്കിയാണ്. അവർ ഈ ഭൂമിയിൽ നിന്ന് പോയി, പക്ഷേ ആ മറുപടി സ്വർഗത്തിൽ ദൈവം നിവർത്തിക്കുവാൻ എത്തിച്ചു തരുവാനുള്ള ഒരു അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. എൻ്റെയൊക്കെ പിതാവ് പണ്ടേ പ്രാർത്ഥിച്ചിട്ട ചില പ്രാർത്ഥനയുടെ മറുപടി ഇന്നും ബാക്കിയാണെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാമോ? ചില മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അവരൊരു പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് പോയെന്നിരിക്കും, പക്ഷെ അവരുടെ പ്രാർത്ഥനയുടെ മറുപടി അടുത്ത തലമുറകൾ അനുഭവിക്കുമെന്നുള്ള ബോധ്യത്തോട് ഒന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ പാഠഭേദം ദീർഘമാകാതെ നിർത്തുകയാണ്. പലപ്പോഴും ആളുകൾക്ക് ഈ ജീവിത സായാഹ്നത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണുള്ളത്. ഇനി എന്നെ ആരും നോക്കത്തില്ല, ആർക്കും എന്നെ വേണ്ടായിരിക്കും, മക്കൾ പോലും എന്നെ നോക്കാനുണ്ടാകുമോ എന്നൊക്കെയുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളോടാണ് പലരും ഒരു മധ്യവയസ്സ് കഴിയുമ്പോൾ തന്നെ ആ ജീവിത സായാഹ്നത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുക. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ജീവിത സായാഹ്നം സന്തോഷത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പുതുക്കുവാൻ കഴിയും. അതൊരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. അങ്ങനെ വലിയ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി പ്രാപിച്ചവരായി, അല്ലേ, ആ ജീവിത സായാഹ്നത്തിൽ വലിയ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി പ്രാപിച്ചവരായി ഒരു തിളങ്ങുന്ന വ്യക്തിയെപ്പോലെ, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനൊക്കെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയത്തില്ലേ, മഹത്വത്തിന് മേൽ മഹത്വം പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട് നിത്യതയിലേക്ക് കീഴത്തക്കോണമൊക്കെ ഉള്ള വളരെ പ്രത്യാശകരമാകുന്ന ഒരു സമയമാണ്. ലോകമനുഷ്യർ കാണുന്നത് പോലെ അതിനെ നെഗറ്റീവായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. നിരാശ നിറഞ്ഞ, ഏകാന്തത നിറഞ്ഞ അവസ്ഥയാണ് എന്നൊക്കെയുള്ള ചിന്തയൊക്കെ മാറ്റി ജീവിതത്തിൽ പണ്ടെന്നോ ചെയ്തു പോയ അബദ്ധമുള്ള തീരുമാനങ്ങളെക്കുറിച്ച് പരിതപിച്ചും സങ്കടപ്പെട്ടും ഇരിക്കുന്ന സമയങ്ങളാക്കി മാറ്റാതെ
കൂടുതൽ സന്തോഷത്തോട് ദൈവത്തോട് അടുത്തൊക്കെ ജീവിക്കുന്ന സമയങ്ങളാക്കി മാറ്റുക. അത് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. നല്ലൊരു ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ഒരേ ചിന്താഗതിയുള്ള ആളുകൾ, ഒരേ പ്രായമുള്ള ആളുകൾ, അവരുടെ കൂട്ടായ്മകൾ, അവരുടെ പരസ്പരമുള്ള കൈത്താങ്ങലുകൾ, കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ അനുഗ്രഹപ്രദമാണ്. അങ്ങനെയൊക്കെ ജീവിത സായാഹ്നത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. എന്തായാലും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള മന്ത്രാലയം നവീന ആശയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ചുവടുവെപ്പാണ്. എങ്ങനെയാണ് ഇനിയും നമ്മുടെ ഭരണാധികാരികൾ അതിനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ കേരളത്തിൽ ഒത്തിരി പ്രായമുള്ള ആളുകൾക്ക് ആ മന്ത്രാലയം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. സതീശൻ സാറിന് നന്ദി പറയുന്നു. അങ്ങനെ ഒരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് പണ്ടങ്ങോ ഞാൻ കുറിച്ചു വച്ചിട്ട് മറന്നുപോയ ഒരു പാഠഭേദ സബ്ജക്റ്റ് ഓർത്തെടുത്ത് പിന്നെയും പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കുവാൻ കാരണമായി തീർന്നത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.